മഴത്തോരു മുമ്പയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് വൈജിയോട് ആ വലിയ സത്യം വെളിപ്പെടുത്തുന്നത്. ആരും വൈജിയോട് ഈ സത്യം വെളിപ്പെടുത്തരുതെന്ന് ബാലചന്ദ്രൻ താക്കീത് നൽകിയിരുന്നു. അങ്ങനെ വൈജ എപ്പോഴെങ്കിലും അറിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ലെന്നും അവളുടെ നാണം കെട്ട ഒരു ഭർത്താവായിട്ട് ഞാൻ ജീവിക്കില്ല എന്നും അയാൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് തന്നെ വൈജയോട് ആരും സത്യങ്ങൾ പറയാൻ തുനിഞ്ഞില്ല. അങ്ങനെ മരണക്കിടക്കൽ വെച്ചാണ് വൈജയോട് നീ ഇത്രയും കാലം ആക്ഷേപിക്കുകയും ആട്ടിയോടിക്കുകയും വെറുത്തതുമായ അലീന നീ നൊന്തു പ്രസവിച്ച നിന്റെ മകളാണെന്ന് അറിയിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ മരണത്തോടുകൂടെ വൈജയന്തി ഒരു ഭ്രാന്താവസ്ഥയിലായിരുന്നു. ഒരു ഭാഗത്ത് ബാലചന്ദ്രന്റെ മരണം, മറുഭാഗത്ത് അലീന തൻ്റെ മകളാണെന്ന തിരിച്ചറിവ്. അവൾക്കത് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. ബാലചന്ദ്രനെ ഇന്നേ വരെ ഒരിക്കൽ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല. മനസ്സ് നിറയെ വെറുപ്പും ദേഷ്യവുമായിരുന്നു. ആണുങ്ങളെന്ന വർഗത്തോട് തന്നെ ചതിച്ച് ഗർഭിണിയാക്കിയ സ്റ്റാലിനുണ്ടാക്കിയ ഒരു അഗാധം വൈജയുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല. അവൾ ഒരുപാട് പറഞ്ഞതാണ് തൻ്റെ ചേട്ടന്മാരോടും അച്ഛനോടും തനിക്കിനി വിവാഹം വേണ്ടെന്ന്. എല്ലാവരുടെയും നിർബന്ധത്തിൽ വഴങ്ങി ബാലചന്ദ്രൻ്റെ ഭാര്യയായി, അയാളുടെ 3 മക്കളുടെ അമ്മയായി ഒരിക്കൽ പോലും അയാൾ അർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനവും സ്നേഹവും ഞാൻ കൊടുത്തിട്ടില്ലെന്നോർക്കുമ്പോൾ വൈജയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. സ്വയം ജീവനൊടുക്കിയാലോ എന്നുപോലും തോന്നിപ്പോയി. അതിലുപരി അലീന തൻ്റെ പൊന്നുമോളാണെന്നും ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു മോളാണ്. അവൾ മരിച്ചുപോയെന്ന് പറഞ്ഞ് തൻ്റെ കൂടപ്പിറപ്പുകളും അച്ഛനും ചെയ്ത ചതിയോർത്തും വൈജയ്ക്ക് തൻ്റെ മാനസിക നില തെറ്റിയിരുന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ ഹോസ്പിറ്റൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആര് പറഞ്ഞിട്ടും അവളുടെ അവസ്ഥക്ക് മാറ്റമില്ല. ഡോക്ടർമാർക്ക് പറ്റുന്ന രീതിയിൽ ചികിത്സിക്കുന്നുണ്ട്. ആ സമയത്തും ഗംഗാധരനും മാലതിയും തന്നെയാണ് വൈജയ്ക്ക് കൂട്ട്. ഈ വിവരം നമുക്ക് അലീനയെ അറിയിക്കണ്ടേ? ബാലചന്ദ്രന്റെ മരണശേഷം അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അറിയിക്കണം. അവളും പ്രതീക്ഷിക്കുന്നുണ്ടാവും. അവൾ അമ്മ എന്തുകൊണ്ട് വിളിച്ചില്ല? വിവരം അറിഞ്ഞിട്ടും അവളുടെ അമ്മ അവളെ കാണാൻ വന്നില്ല എന്നൊരു തോന്നല് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവില്ലേ? എന്തായാലും ഗംഗേട്ടൻ അലീനെ ഒന്ന് വിളിക്ക്. വൈജ ഈ ഒരു അവസ്ഥയിലാണെന്ന് അവൾ അറിഞ്ഞു കാണില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഓടി വരുമായിരുന്നു. അങ്ങനെ ഗംഗാധര മേനോൻ അലീനെ വിളിക്കുന്നുണ്ട്. മോളിപ്പോ എന്തെടുക്ക? എന്താ അങ്കിളെ, എന്താ കാര്യം? അല്ല മോള് പിന്നെ ബാലചന്ദ്രൻ്റെ മരണശേഷം ഇങ്ങോട്ട് വന്നതുപോലും ഇല്ലല്ലോ. ആ സമയം സങ്കടത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കുക. ഞങ്ങൾക്ക് മനസ്സിലായി വൈജ നിന്നെ അന്വേഷിക്കാത്തായിരിക്കും. സത്യം അറിഞ്ഞിട്ടും വൈജ നിന്റെ അരികിലേക്ക് വന്നില്ലല്ലോ എന്നോർത്തായിരിക്കും നീ വിഷമിക്കുന്നത്. അത് കേട്ടതും അലീന പൊട്ടിക്കരയുന്നുണ്ട്. ഒരമ്മയുടെ സ്നേഹം ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടെങ്കിലേ, എന്നെ ഒന്ന് നോക്കിയാൽ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. മോളെ ഒന്നൊരു വിളി, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛന്മാരുടെ സ്നേഹം ഞാൻ വേണ്ടുവോളം അനുഭവിച്ചു. എൻ്റെ പപ്പയും അവിടുത്തെ അച്ഛനും എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മ, അതെനിക്കൊരു വികാരം മാത്രമാണ്. ഇതും പറഞ്ഞുകൊണ്ട് അലീന പൊട്ടിക്കരയാണ്. ആ സമയത്ത് ഗംഗാധരൻ പറയും, മോളെ നീ അവളെ ശപിക്കരുത്. അവളുടെ അവസ്ഥ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലും മനസ്സ് കൈവിട്ടുപോയ വൈജയുടെ അവസ്ഥ നീ അറിയണം. ഒരു ഭ്രാന്തിയായിട്ട് അവൾ അലഞ്ഞു നടക്കുകയാണ്. അവളുടെ മനസ്സിനെ അവൾക്ക് ഇപ്പോഴും തിരികെ കിട്ടിയിട്ടില്ല. അവൾക്ക് ഞങ്ങളെപ്പോലും തിരിച്ചറിയുന്നില്ല. അയ്യോ അമ്മയ്ക്ക് എന്ത് പറ്റി? അലീന കരച്ചിലോടെ ചോദിച്ചു. അതെ മോള് വിഷമിക്കാനൊന്നുമില്ല. ദേ ഹോസ്പിറ്റലുണ്ട്. ഞങ്ങൾ മെൻ്റൽ ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ ചികിത്സയിലാണ് വൈജ ഇപ്പോൾ. അയ്യോ അങ്കിളെ ഞാനിതാ വന്നു. അങ്ങനെ അലീന ഫോൺ കട്ട് ചെയ്ത് നേരെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോവാണ്. അലീനയുടെ കരച്ചിൽ കണ്ടതും അവളെ ചേർത്ത് പിടിച്ച് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എൻ്റെ പൊന്നുമോൾക്ക്? പപ്പ എന്ന് പറഞ്ഞ് ആ നെഞ്ചിലേക്ക് വീഴ. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ ഞാൻ മകളാണെന്ന് അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. എന്നിട്ട് അവൾ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിക്കോ? നിന്റെ അടുത്ത് വരികയോ അല്ലെങ്കിൽ നിന്നെ ഒന്ന് വിളിക്കോ ചെയ്തോ? ഇല്ലല്ലോ. അവള് നിന്നൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. അതല്ല പപ്പ സത്യം. അമ്മയ്ക്കുടെ മനസ്സ് കൈവിട്ടു പോയെന്ന് ആരെയും തിരിച്ചറിഞ്ഞില്ല. ഒരു മെൻ്റലായിട്ട് അമ്മ ഹോസ്പിറ്റലാണെന്ന് ഷോക്കടിപ്പിച്ചും അമ്മയെ എങ്ങനെയൊക്കെയാണ് അവിടെ കഴിഞ്ഞു കൂടുന്നത്. വൈജയുടെ അവസ്ഥ അങ്ങനെയാണോ? അതെ, ഞാൻ മകളാണെന്ന് ഉൾക്കൊള്ളാൻ ഒരിക്കലും അമ്മക്ക് ആവില്ലായിരിക്കും. എന്നോട് ചെയ്തോർത്ത് അമ്മക്ക് ഒരുപാട് വിഷമമുണ്ടാവും. പിന്നെ മരിച്ചുപോയ മകള് ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്നും എല്ലാവരും എൻ്റെ അമ്മയെ ചതിച്ചതല്ലേ അച്ഛാ? അമ്മയുടെ കണ്ണിൽ ഈ പപ്പയും ചതിച്ചു, സ്വന്തം കൂടെപ്പിറപ്പുകളും സ്വന്തം അച്ഛനും ചതിച്ചു. എല്ലാവരും ചതി ചെയ്തില്ലേ? അപ്പോൾ മനസ്സ് കൈവിട്ടു പോയിട്ടുണ്ടാവും. അത്രയും തകർന്നിട്ടുണ്ടാവും. ആ തെൻ്റെയിടവും വാശിയൊക്കെ എന്തിൻ്റെ സങ്കടത്തിൻ്റെ പേരിൽ വരുന്നതാണെന്ന് എനിക്ക് കണ്ടപ്പോൾ മുതലേ മനസ്സിലായതാണ്.
ഒരിക്കലും ഞാൻ വെറുത്തിട്ടില്ല. എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. മോളെ, ഞാനിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് അവിടേക്ക് പോകണം, എൻ്റെ അമ്മയുടെ അരികിലേക്ക്. അങ്ങനെ സ്റ്റാലിൻ റെഡിയായി വന്ന് കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വരികയാണ്. അലീനയും കൂട്ടി സ്റ്റാലിൻ നേരെ പോകുന്നുണ്ട് പാലയിലേക്ക്. അങ്ങനെ ഗംഗാധര മേനോനെ അവിടെ എത്താൻ നേരത്ത് വിളിക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. ആ സമയം ഓടി അലീന അവിടേക്ക് വരികയാണ്. ഒരു റൂമിനുള്ളിൽ തളച്ചിട്ട സെല്ലിനുള്ളിൽ എവിടേക്കോ നോക്കി നിൽക്കുന്ന വൈജയന്തി. അമ്മേ എന്നൊരു വിളി കമ്പിഴക്കുള്ളിലൂടെ അലീന വിളിക്കുമ്പോൾ ആ ഒരു വിളി കേട്ടതുപോലെ ആയിട്ട് പോലും അവൾ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഡോക്ടർ വന്ന് അലീന മകളാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് അലീന തൻ്റെ അമ്മയ്ക്കിടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. മനസ്സ് വല്ലാതെ കൈവിട്ടുപോയി. എല്ലാം ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയായത്. പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ടെന്ന് അയാൾ പറയാം. എനിക്കൊന്ന് കാണാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ അലീന വൈജിക്കരികിലേക്ക് പോകുന്നുണ്ട്. വൈജ അവളെ ഒന്ന് നോക്കുന്നല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ കണ്ട പോലെയാണ്. ഇത്രയേറെ തകർന്നും ഇത്രയെ തളർന്നുകൊണ്ടും ഒരിക്കലും അമ്മയെ താൻ കണ്ടില്ലെന്ന് അലീന ഓർക്കുന്നുണ്ട്. അങ്ങനെ ആ മുടികളെല്ലാം മാറി ഒതുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കുറച്ചൊക്കെ സംസാരിക്കണ്ടേ? എല്ലാം അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴും അലീനയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയല്ലാതെ വൈജയന്തി ഒന്നും മിണ്ടുന്നില്ല. ബാ, നമുക്ക് കുറച്ച് സമയം പുറത്തൊക്കെ നടക്കാം. അലീനയെ കൊണ്ടുപോകാൻ വൈജ വിസമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വൈജയെ പിടിച്ച് വലിച്ച് പുറത്ത് ഗാർഡനിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. അലീന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വൈജയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പതിയെ പതിയെ വൈജ ഇങ്ങനെ തല ചലിപ്പിക്കുകയും തനിക്ക് മനസ്സിലായുന്ന രീതിയിൽ തലയാട്ടുകയും ചെയ്യാണ്. മാലതിയും ഗംഗാധരമേനോനും പരസ്പരം പറയാണ്, വൈജിയെ അവളെ പഴയ വൈജിയാക്കി മാറ്റാൻ അലീനയ്ക്ക് മാത്രമേ കഴിയൂ. അവളെ കൊണ്ട് അത് സാധിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഡോക്ടറെ റൂമിലേക്ക് ചെന്ന ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, വൈജിയെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനൊരവസ്ഥയിൽ ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ വളരെ റിസ്ക്കാണ്. ചിലപ്പോൾ വയലൻ്റ് ആയേക്കാം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ ഡോക്ടറുടെ സമ്മതത്തോടു കൂടെ വൈജയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കാട്ടോ. ഈ വിവരം അലീനയോട് പറയുന്നുണ്ട്. മോളെ, ഡോക്ടർ വൈജിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരിക്കൽ മനസ്സമാധാനം കിട്ടണമെങ്കിൽ വീടും പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അലീനയുടെ വാക്ക് കേട്ടതും വൈജ ഒരു കുഞ്ഞിനെന്നോണം തലയാ ചലിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ മുടിയെല്ലാം മാടി ഒതുക്കി നന്നായി ഫ്രഷായി വെക്കണം എന്ന് പറഞ്ഞ് അവൾ മുടിയെല്ലാം മുടഞ്ഞിടാണ്. അങ്ങനെ പുതിയൊരു ഡ്രസ്സൊക്കെ അണിയിച്ചുകൊണ്ട് കാറിൽ കയറുക കേട്ടോ. പ്രത്യേക ഒരു ശോഭ വൈജയുടെ മുഖത്ത് കാണുന്നുണ്ട്. ഇവൾക്ക് അതിന് സാധിക്കുമെന്ന് മാലതി ഗംഗേട്ടനോട് പറയുകയും ചെയ്യാണ്. അവർ നെടുമ്പുരക്കിലേക്കാണ് പോകുന്നത്. ആ വീട്ടിലേക്ക് വന്ന അലീന ഓരോ ജോലികളും ചെയ്ത് വൈജയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വൈജയെ മക്കളൊക്കെ കാണുമ്പോഴെല്ലാം അവർ ആരും തിരിച്ചറിയുന്നില്ല കേട്ടോ. അത്ര ഒരു ഇതിലാണ്. നിങ്ങൾ 3 പേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അമ്മയും കൂട്ടിയിട്ട് കുളത്തുപുഴയിലേക്ക് പോവട്ടെ എന്ന് ചോദിക്കുക. അത് കേട്ടതും കൃഷ്ണമോളും മബിതയും രോഹിതും പരസ്പരം നോക്കാം. എന്നതിനാ അവിടേക്ക് കൊണ്ടുപോകുന്നത്? അവിടെ അലീന ചേച്ചിയുടെ പപ്പയില്ലേ? അതെ, പപ്പയുണ്ട്. അമ്മയുടെ മനസ്സ് നന്നാക്കി എടുക്കാനാണ്. ഇപ്പം പഴയ വൈജയല്ലോ, നിങ്ങളുടെ 3 മക്കളുടെ അമ്മയാണ്. ബാലചന്ദ്രൻ മേനോൻ എന്ന ആ വ്യക്തിയുടെ ഭാര്യയാണ്. അത് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ആ പഴയ കാമുകിയോ ഒന്നുമല്ലല്ലോ. എന്തായാലും ഞങ്ങളുടെ അമ്മയെ പഴയതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ചേച്ചി. അത് മാത്രം മതി. നിങ്ങൾ 3 പേരും കൂടെ ഇവിടെ തനിച്ച് അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറയാട്ടോ. അത് വേണ്ട, നിങ്ങളങ്ങ് അവിടെ വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? അവിടെ വേണ്ട, കമലാൻ്റി ഉള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഒട്ടും പോകുന്നില്ലെന്ന് പറയാണ്. എന്തായാലും മോളെ, 4 ദിവസത്തെ കാര്യം, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും. അങ്ങനെ സ്റ്റാലിനോട് ഞാൻ ഇന്ന് തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞ് അലീന ഫോൺ ചെയ്യാം. ആണോ? എന്തായി? നിൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണ്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അല്ല, നിന്നെ കൊണ്ടുവരാൻ വരേണ്ടേ ഞങ്ങൾ? അത് വേണ്ട, ഞാനിവിടുന്ന് വന്നോളാം പപ്പ എന്ന് പറയാണ്. എന്നാൽ ശരി, നീ ഇങ്ങോട്ട് പോരെന്ന് പറയാട്ടോ. ഗോവർദ്ധനെ വിളിച്ച് അലീന കുളത്തുപോയിലേക്ക് പോകേണ്ട കാര്യം പറയുന്നുണ്ട്. അല്ല, വൈജാന്റിയും കൂടിയാണോ നീ പോകുന്നത്? അതെ, അമ്മയെ കൊണ്ടുപോകണം. അമ്മയുടെ മനസ്സ് പഴയ ലെവലിലേക്ക് ആക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്താ ബുദ്ധിമുട്ട്? അല്ല, നിൻ്റെ പപ്പ അതിന് സമ്മതിക്കോ? ഗോവർദ്ധൻ പറയുന്ന കേൾക്കുമ്പോൾ അലീന പറയും,
എൻ്റെ പപ്പയ്ക്ക് ഞാൻ പറഞ്ഞതിലപ്പുറം വേറെ ഒന്നുമില്ല. എന്നാലും അവിടുത്തെ കുടുംബക്കാർ, അയാളുടെ ഭാര്യ, ഇതൊക്കെ വലിയ പ്രശ്നമാവില്ലേ മോളെ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഗോവർദ്ധനെങ്കിൽ എന്തായാലും ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെ ഗോവർദ്ധനെയും കൂട്ടി കൊളുത്തുപോയിൽ വന്നിറങ്ങുമ്പോൾ സ്റ്റാലിൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അലീന ഇറങ്ങി തൻ്റെ ബാഗ് എടുത്ത് സിറ്റൗട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം വീണ്ടും കാറിനരികിലേക്ക് വന്ന് ഡോർ തുറന്ന് ആർക്കു വേണ്ടി കൈനീട്ടുന്ന കാണുമ്പോൾ സ്റ്റാലിൻ ആരാണ് ഇനി കാറിനുള്ളിൽ മറ്റൊരാള് എന്ന് കരുതി ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കുമ്പോഴാണ് അവിടെ വൈജ ഇറങ്ങുന്നത് കാണുന്നത്. 24 വർഷങ്ങൾക്ക് മുമ്പ് താൻ പ്രാണനെ പോലെ സ്നേഹിച്ചവൾ ഒരു ജീവജവലം പോലെ ഇറങ്ങി വരുന്നതും കണ്ണിലെ ആ ഒരു പ്രസരിപ്പെല്ലാം നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന വൈജയെ കണ്ടതും നെഞ്ചിടിപ്പോടെ സ്റ്റാലിൻ അവിടെ തന്നെ തറഞ്ഞു നിൽക്കാം. പ്രാണനെ പോലെ സ്നേഹിച്ചവളാണ്. പരസ്പരം എന്തെല്ലാം സന്തോഷങ്ങൾ പങ്കുവച്ച് ജീവന് തുല്യം സ്നേഹിച്ച് അധികം ഒന്നിച്ച് ജീവിക്കാൻ ഭാഗ്യമില്ലാതെ 2 വഴിക്ക് പോയവർ ഇതേ അവളിതാ 24 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കൺമുമ്പിൽ വന്നിരിക്കുന്നു. അങ്ങനെ സ്റ്റാലിൻ അന്തം വിട്ട് നിൽക്കുമ്പോൾ അലീന അരികിലേക്ക് വന്നു. പപ്പ, അമ്മയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അമ്മയ്ക്കിപ്പോൾ ആരെയും തിരിച്ചറിയുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എൻ്റെ അമ്മയെ പഴയ അമ്മയാക്കി വേണം. അതിനുവേണ്ടി പപ്പ എതിർപ്പൊന്നും പറയില്ലെന്ന വിശ്വാസത്തിലാ സമ്മതം പോലും ചോദിക്കാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന സ്റ്റാലിനോ പിന്നെ ഒന്നും മിണ്ടാതെ അലീനയ്ക്ക് സമ്മതം കൊടുക്കാണ്. വൈജയും സ്റ്റാലിനും പരസ്പരം നോക്കുന്നുണ്ട്. എവിടെയോ കണ്ട മറഞ്ഞ മുഖം പോലെ തോന്നിയ സ്റ്റാലിനെ തന്നെ തറച്ചു നോക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ വൈജയിലെ ഭാവമാറ്റം കണ്ട അലീന പോലും അമ്പരന്ന് പോയി. എന്തിനാ എന്നെ ചതിച്ചത്? എന്നിട്ടിപ്പോൾ എന്തിനാ എന്നെ തേടി വന്നതെന്ന് ചോദിച്ച് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കാണ്. എന്നെ ഞാനല്ലാതാക്കി മാറ്റി. നിങ്ങളെ എന്തോരം സ്നേഹിച്ചതാ ഞാനെന്ന് പറയുന്നുണ്ട്. ഇത്രയും ദിവസങ്ങൾ പ്രതികരിക്കാതെയും ഒരക്ഷരം മിണ്ടാതിരുന്ന വൈജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്റ്റാലിൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഗോവർദ്ധനും അലീനയും സ്റ്റാലിനും. സ്റ്റാലിൻ അവളെ മുറുകെ പിടിക്കുക. വൈജെ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല, വേണ്ട, ഒരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞ് വൈജ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുക. അമ്മ വാ. എന്തിനാ അമ്മ അവരോടൊക്കെ സംസാരിക്കുന്നത്? വെറുതെ സ്റ്റാലിനെ കുറ്റപ്പെടുത്തുന്ന പോലെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന പപ്പയുടെ നേരെ ഒന്ന് കണ്ണിറക്കിയതിന് ശേഷം അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതെവിടെയാ? ഇതെൻ്റെ വീടല്ലല്ലോ. എന്നെ ഇഷ്ടമാണെങ്കിൽ അമ്മ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അലീന പതിയെ വൈജിയെ ഇങ്ങനെ തണുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയ വൈജിയും കൊണ്ട് തോട്ടത്തിലും എസ്റ്റേറ്റിലൊക്കെ അലീനെ കൊണ്ടുപോകുന്നുണ്ട്. പതിയെ അവളുടെ മനസ്സിലെ ആ മുറിവുകൾ ഉണക്കുക, ബാലചന്ദ്രൻ്റെ നിരോധാനം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മാത്രമേ അലീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. വൈജി അപ്പോഴേ കണ്ടതെല്ലാം വൈജിയുടെ ഓർമ്മയിലെ തന്നെയായിരുന്നു കേട്ടോ സ്റ്റാലിൻ. ആ പഴയ കാലത്തേക്ക് അവൾ തിരിച്ചു പോയിരുന്നു. എൻ്റെ വൈജ ഇത്രയ്ക്ക് മാറിയെന്ന് അവൾക്കൊട്ടും വിശ്വസിക്കാനാവുന്നില്ല. താൻ അല്ലേ ഇതിനെല്ലാം കാരണക്കാരൻ? അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും അവൾ തനിച്ചാക്കി ആഗ്രയിൽ വിട്ടു പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നെല്ലാം അയാൾക്ക് സ്വയം കുറ്റബോധം തോന്നി. അങ്ങനെ വീണ്ടും അലീന രാത്രിയിൽ അമ്മ അവളുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വൈജയോട്. ആ വൈജ മുഖമുയർത്തി അവളെ നോക്കാം. ഞാൻ ആരാണെന്ന് അമ്മക്കറിയോ? എൻ്റെ മോള് എന്ന് വിതുമ്പലോടെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരൊറ്റ കരച്ചിലായിരുന്നു. എൻ്റെ മോളോട് മാപ്പ് പറയാനുള്ള ഒരു അർഹത പോലും എനിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിലുപരി എൻ്റെ ബാലചന്ദ്രനെ ഞാൻ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ല. എപ്പോഴും അഹങ്കാരത്തോടും നിദ്യയോടും മാത്രമേ അദ്ദേഹത്തോട് പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ അയാൾ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിൻ്റെ പപ്പയുണ്ടല്ലോ സ്റ്റാലിൻ, അയാളെക്കാളേറെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു. ഞാനൊരു ചതിയാണെന്നും ഞാൻ ഒരു കുഞ്ഞിൻ്റെ വിവാഹത്തിന് മുമ്പ് ഒരു മകളെ പ്രസവിച്ചെന്ന് അറിഞ്ഞപ്പോൾ അതുവരെ ബാലചന്ദ്രൻ എന്നെ എത്രയേറെ സ്നേഹിച്ചെന്ന് എനിക്കറിയാം. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ അഹങ്കാരമാ എല്ലാത്തിനും കാരണം. ബാലചന്ദ്രൻ എത്രയും പെട്ടെന്ന് എന്നെ വിട്ടുപോയതുപോലും അതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്. അമ്മയും മകളും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാ. എൻ്റെ അമ്മ അതൊന്നും ഓർക്കേണ്ട. എന്നെ വേദനിപ്പിച്ചെങ്കിൽ അതിനെനിക്ക് യാതൊരു പ്രശ്നമില്ല. സ്വന്തം ഭർത്താവിനെയും മക്കളെയും കൈവിട്ടു പോകുമെന്ന് കരുതിയപ്പോഴല്ലേ അമ്മ എന്നെ വേദനിപ്പിച്ചത്. അതിലെനിക്ക് യാതൊരു ദേഷ്യമില്ല. അമ്മയുടെ മോളെ എന്ന വിളിയും എന്നെ അംഗീകരിക്കുന്ന ദിവസവും അത് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരുന്നത് എന്ന് പറയാട്ടോ. അങ്ങനെ അമ്മ ഒന്നോർത്ത് വിഷമിക്കേണ്ട. അങ്ങനെ ഭക്ഷണമൊക്കെ ആയി എന്ന് പറഞ്ഞ് പൗലോസേട്ടൻ വന്ന് വിളിക്കും വരെ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. ആളിൽ വന്ന് അമ്മയ്ക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുക. ആ സമയം സ്റ്റാലിനും അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു വീട്ടിലാണെങ്കിലും അവർ തമ്മിൽ പരസ്പരം കാണുക പോലും ഉണ്ടായിരുന്നില്ല.
സ്റ്റാലിൻ അങ്ങോട്ട് വന്നതോ വൈജ എണീറ്റ് പോവാൻ നിൽക്കാണ്. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അലീന കയ്യിൽ പിടിക്കുമ്പോൾ ആ കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മൂവരും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാട്ടോ. അച്ഛനും അമ്മയും മുഖത്തോട് പോലും നോക്കുന്നില്ല എന്ന കാര്യം അലീന ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പപ്പ പെട്ടെന്ന് കഴിച്ച് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. എന്താ അമ്മ ഇത്? പപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് അമ്മയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആര് പറഞ്ഞു ചെയ്തിട്ടില്ലെന്ന്? നമ്മളെ 3 പേരെയും പിരിക്കാൻ കാരണം ആ ഒരു ആൾ മാത്രമാണ്. എന്നെ സ്നേഹം നടിച്ച് ചതിച്ച് ഗർഭിണിയാക്കി. എന്നിട്ട് അയാൾ എങ്ങോട്ടോ കയറി കടന്നു കളഞ്ഞു. എന്നെ അന്വേഷിച്ച് വരാമായിരുന്നില്ലേ? അതൊക്കെ സത്യം തന്നെ. പക്ഷേ അമ്മ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സമയത്ത്, ലേബർ റൂമിലായ സമയത്ത് അച്ഛനും ഹോസ്പിറ്റലായിരുന്നു. ആക്സിഡൻറ്റ് സംഭവിച്ച് അത് ഒരു കൊലപാതക ശ്രമമായിരുന്നു. അങ്ങനെ വിശദവിവരങ്ങളും എല്ലാം സ്റ്റാലിന് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ അലീന പറയുന്നുണ്ട്. 1 വർഷത്തോളം കോമ സ്റ്റേജിലായിരുന്നു. പിന്നെ എങ്ങനെ അച്ഛൻ അമ്മയെ തിരഞ്ഞു വരും? പപ്പയ്ക്ക് അതിനുള്ള എല്ലാ വഴികളും അടഞ്ഞിരുന്നു. പറ്റുന്ന പോലെയൊക്കെ അന്വേഷിച്ചു. പാലയിലും വന്നു. അപ്പോഴേക്കും അമ്മയെ അവരെവിടെ മറഞ്ഞു. ഒരിക്കലും അമ്മയെ ചതിച്ചത് പപ്പയല്ല. പപ്പയും അമ്മയും ചതിച്ചത് ആരാണെന്നറിയോ? നിങ്ങളുടെ സ്വന്തം അച്ഛനും കൂടപ്പിറപ്പുകളും മാത്രമാണ്. അതുപോലെ പപ്പയെ ചതിച്ചതും സ്വന്തം കൂടപ്പിറപ്പുകളും വല്യപ്പച്ചനും കൂടെ തന്നെയാണ്. ഇവരൊക്കെയാണ് എല്ലാവരും അതിൽ ചതിയിൽപ്പെട്ടു പോയത്. നമ്മൾ 3 പേരും. അങ്ങനെ വൈജ പൊട്ടിക്കരയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 3 പേരും ഒരുമിച്ച് ജീവിച്ചേനെ അല്ലേ മോളെ എന്ന് ചോദിക്കാം. അതെ, എനിക്ക് ഭാഗ്യമില്ല. അതുകൊണ്ടാണല്ലോ 23 വർഷം ഞാൻ ഒരു അനാഥയായി ഇവിടെ അനാഥാലയത്തിൽ കഴിയേണ്ടി വന്നത്. ഇപ്പം എനിക്കെൻ്റെ അമ്മയെ കിട്ടി, പപ്പയെ കിട്ടി. പക്ഷേ ഒരേ ഒരു വേദന, ബാലചന്ദ്രൻ എന്ന എൻ്റെ അച്ഛനെയാണ്. ആ അച്ഛനെ എനിക്ക് മറക്കാനാവുന്നില്ല. ആ അച്ഛൻ എത്രമാത്രം വേദന സഹിച്ചു. അതെ മോളെ, എനിക്കത് തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ നീതി കാണിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് വേണ്ടി ഇനി എനിക്ക് ജീവിക്കണം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ്. വൈകിയാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് മാത്രം ജീവിക്കണം എന്ന് വൈജ പൊട്ടിക്കരയുന്നുണ്ട്. വൈജ പല തീരുമാനങ്ങളും എടുത്ത് കാണൂട്ടോ. രോഹിത്തിൻ്റെ ആഗ്രഹപ്രകാരം രേവതിക്കുട്ടിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ മനുവിനെയും അലീനയും ഒന്നിപ്പിക്കണം. അങ്ങനെ പല കാര്യങ്ങളും പിന്നീട് വൈജ പൂർണ്ണ മനസ്സോടെ തിരികെ വരുന്നുണ്ട്. ആ മെൻ്റൽ ഇതൊക്കെ മാറിയിട്ട് പൂർണ്ണ ഒരു ആരോഗ്യത്തോടെയാണ് കേട്ടോ വൈജ തിരികെ കടപ്പാട്ടൂരിലേക്ക് വരുന്നത്. ഞങ്ങളുടെ അമ്മയുടെ മാനസിക പ്രശ്നമൊക്കെ മാറി തിരികെ കിട്ടുമ്പോൾ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും രോഹിത്തിനൊക്കെ ഒത്തിരി സന്തോഷമാവാണ്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിച്ചത് അതുപോലൊരു വ്യക്തിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് കേട്ടോ.